പാലിയേക്കരയിലെ ടോൾ വിഷയത്തിൽ ദേശീയപാത അതോറിറ്റിയെ മുൾമുനയിൽ നിർത്തി സുപ്രീം കോടതി. 12 മണിക്കൂർ ട്രാഫിക് ബ്ലോക്കുള്ള റോഡിനാണോ ടോൾ നൽകേണ്ടതെന്ന ചോദ്യം ഉയർന്നു. ട്രാഫിക് ബ്ലോക്കില്ലാത്ത ദേശീയപാതയുടെ ഫോട്ടോ നൽകിയപ്പോൾ വായടപ്പിക്കുന്ന ചോദ്യങ്ങളുമായി സുപ്രീം കോടതി. മഴയെ കുറ്റപ്പെടുത്തിയപ്പോൾ മഴയോട് പെയ്യാതിരിക്കാൻ സുപ്രീം കോടതിക്ക് പറയാനാകുമോ എന്ന മറുപടിയിലും ദേശീയപാത അതോറിറ്റിക്ക് ഉത്തരം മുട്ടി. പാലിയേക്കരയിലെ ടോൾ നിർത്തിവെക്കാൻ ഉത്തരവിട്ട ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീലുമായി എത്തിയ ദേശീയപാത അതോറിറ്റിയോട് ചോദ്യങ്ങൾ ഉയർത്തി സുപ്രീം കോടതി. റോഡ് സഞ്ചാരയോഗ്യമല്ലാതിരിക്കുമ്പോൾ എങ്ങനെ ടോൾ പിരിക്കാനാകുമെന്ന ചോദ്യമാണ് സുപ്രീം കോടതി ഉയർത്തിയത്. ഈ പാതയിൽ 12 മണിക്കൂറിലധികം നീണ്ടുനിന്ന വലിയ ഗതാഗതക്കുരുക്ക് കോടതി ചൂണ്ടിക്കാട്ടി. ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ, ജസ്റ്റിസ് NV അൻജാരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ടോൾ നിർത്തിവെക്കാൻ ഉത്തരവിട്ട ഹൈക്കോടതി വിധിക്കെതിരായി ദേശീയപാത അതോറിറ്റിയും ടോൾ കമ്പനിയും നൽകിയ ഹർജിയിൽ നേരത്തെ വാദം കേട്ടപ്പോഴും കോടതി സമാനമായ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഹർജി വിധി പറയുന്നതിനായി സുപ്രീം കോടതി മാറ്റിവെക്കുകയും ചെയ്തു. 12 മണിക്കൂർ ഗതാഗതക്കുരുക്കുണ്ടായ പത്രവാർത്ത ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ചൂണ്ടിക്കാട്ടിയപ്പോൾ ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെ മറുപടി ഒരു ലോറി തകരാറിലായതുകൊണ്ട് സംഭവിച്ച ഗതാഗതക്കുരുക്കാണെന്നായിരുന്നു. അതൊരു ദൈവഹിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ലോറി തകരാറിലായത് ദൈവഹിതം കൊണ്ടല്ലെന്നും ദേശീയപാതയിലെ കുഴി കാരണമാണെന്നും ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ചൂണ്ടിക്കാട്ടി. അതേസമയം അടിപ്പാതകളുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ ബദൽ മാർഗങ്ങളായി സർവീസ് റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും എന്നാൽ കാലവർഷം കാരണം നിർമ്മാണ പ്രവർത്തനങ്ങളെ അത് ബാധിച്ചുവെന്നും തുഷാർ മേത്ത ചൂണ്ടിക്കാട്ടി. എന്നാൽ മഴ കഴിഞ്ഞതിന് ശേഷം ടോൾ പിരിച്ചാൽ പോരെയെന്ന് കോടതി ആരാഞ്ഞു. മഴ നിർത്തിവെക്കണമെന്ന ഉത്തരവിറക്കാൻ തങ്ങൾക്ക് കഴിയില്ലല്ലോ എന്നും ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ചോദിച്ചു. ഈ ഘട്ടത്തിൽ 65 കിലോമീറ്റർ ദൂരത്തിന് ടോൾ നിരക്ക് എത്രയാണെന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായ് ചോദിച്ചു. 150 രൂപയാണെന്ന് മറുപടി ലഭിച്ചപ്പോൾ ചീഫ് ജസ്റ്റിസ് വീണ്ടും ചോദ്യമുയർത്തി. റോഡിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തെത്താൻ 12 മണിക്കൂർ എടുക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഒരാൾ 150 രൂപ നൽകുന്നത്? 1 മണിക്കൂർ കൊണ്ട് യാത്ര പൂർത്തിയാക്കേണ്ട ഒരു റോഡിൽ 11 മണിക്കൂർ അധികം എടുക്കുന്നു. എന്നിട്ട് ടോൾ നൽകുകയും വേണം. ചീഫ് ജസ്റ്റിസിന്റെ ഈ ചൂണ്ടിക്കാണിക്കൽ ദേശീയപാത അതോറിറ്റിയെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കുന്നതായി. പാലിയേക്കരയിലെ തിരക്കില്ലാത്ത റോഡിന്റെ ദൃശ്യങ്ങൾ ദേശീയപാത അതോറിറ്റി സുപ്രീം കോടതിക്ക് കൈമാറിയതും വിമർശനത്തിനിടയാക്കി. ഇങ്ങനെ തിരക്കില്ലാത്ത റോഡിന്റെ ഫോട്ടോ എടുക്കാൻ ദേശീയപാത അതോറിറ്റി വന്യജീവി ഫോട്ടോഗ്രാഫറുടെ സഹായം തേടിയോ എന്നായിരുന്നു സുപ്രീം കോടതിയുടെ പരിഹാസം കലർന്ന വിമർശനം. വന്യമൃഗങ്ങളെ ക്ഷമയോടെ കാത്തിരുന്ന് ചിത്രമെടുക്കുന്ന വന്യജീവി ഫോട്ടോഗ്രാഫർമാർ എടുത്തതുപോലുള്ള ചിത്രമാണിതെന്നായിരുന്നു സുപ്രീം കോടതിയുടെ പരാമർശം. മാത്രമല്ല, ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച ചിത്രം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്ന കാര്യം സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഇത്രയും സമയമെടുത്ത് സഞ്ചരിക്കുന്നതിനാൽ ജനങ്ങൾക്ക് അങ്ങോട്ടാണ് പണം നൽകേണ്ടതെന്നും കോടതി നിരീക്ഷിച്ചു. പണം മാത്രമല്ല, കുരുക്കിൽപ്പെടുന്നവർക്ക് ഭക്ഷണം നൽകുന്നതിനുള്ള സംവിധാനം കൂടി ഏർപ്പെടുത്തേണ്ടതുണ്ടെന്ന് ടോളിനെതിരെ ഹർജി നൽകിയ കോൺഗ്രസ് നേതാവ് ഷാജി കോടങ്കണ്ടത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. അതേസമയം സർവീസ് റോഡുകളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് തേർഡ് പാർട്ടി കമ്പനിയാണുള്ളതെന്നും ഇതെങ്ങനെയാണ് തങ്ങളെ ബാധിക്കുന്നതെന്നും കരാർ കമ്പനി ചോദിച്ചു. ഉപകരാർ കമ്പനിയാണ് നിർമ്മാണം പൂർത്തിയാക്കേണ്ടത്. ടോൾ പിരിവ് നിർത്തിയ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നും കമ്പനി ആവശ്യപ്പെട്ടു.